ഹലോ, അണ്ടർ 15,000 15,000 രൂപയ്ക്ക് താഴെ ഒരു ഓൾറൗണ്ടർ ഫോൺ സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ തൽക്കാലം എൻ്റെ മറുപടി അത് iQZ9X എന്ന് പറയുന്ന ഈ ഒരു ഫോണായിരിക്കും. കാരണം നമ്മൾ കൊടുക്കുന്ന ആ ഒരു 15,000 രൂപയ്ക്കുള്ള ഓവറോൾ പെർഫോമൻസ് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഫോണിന് നെഗറ്റീവ് സൈഡുകളോ അല്ലെങ്കിൽ പോരായ്മകളോ ഒന്നും ഇല്ലേ എന്നുള്ളത്. ഈ ഒരു ഫോണിന് ഇതിൻ്റെതായിട്ടുള്ള എല്ലാ പോരായ്മകളും ഉണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഒരു യൂസ്ഡ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് ആണ് ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കേണ്ട. ഓക്കെ, നമ്മൾ ഈ കാണുന്ന ടൈപ്പ് ഒരു ബോക്സി ഡിസൈൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഫ്രെയിമിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിൻ്റെ റിയർ സൈഡിലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷ് കണ്ടോ, ഒരു ഇങ്ങനെ തിളങ്ങുന്ന ഷൈനി ഡിസൈനാണ് വരുന്നത്. ഈ ഒരു ക്ലൈമറ്റിൻ്റെ ആണോ എന്നറിയില്ല, അങ്ങനെ ഫിംഗർ പ്രിൻ്റ് ഒന്നും പറ്റിപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും നിലവിൽ ഞാൻ ഫേസ് ചെയ്തില്ല. നമുക്കിതിൻ്റെ കൂടെ ഒരു TPU കേസ് വരുന്നുണ്ട്. ട്രാൻസ്പെറൻ്റ് ആണ്, മഞ്ഞ കളറാവുന്ന ആ ഒരു കേസ് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ക്യാമറ കട്ടൗട്ട് കാണുമ്പോൾ എനിക്ക് iQൻ്റെ തന്നെ 12 എന്ന് പറയുന്ന ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിനെയാണ് ഓർമ്മ വരുന്നത്. ആ ഒരു ടൈപ്പിൽ ആണ് ഇതിൻ്റെ ക്യാമറ ഒരു ബോക്സി ഡിസൈൻ വരുന്നത്. സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വോളിയം റോക്കേഴ്സും അതേപോലെ പവർ ബട്ടണും ഈ ഒരു റൈറ്റ് സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പവർ ബട്ടൺ വരുന്നത്. ബട്ടൺസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അങ്ങനെ പ്രസ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഇളകുന്ന ഒരു ലോ ക്വാളിറ്റി ഫീലൊന്നും തോന്നുന്നില്ല. താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ലും അതേപോലെ USB Type-C ചാർജിങ് പോർട്ട്, 3.5mm ഓഡിയോ ജാക്ക് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് സിം ട്രേ കൊടുത്തിട്ടുണ്ട്. 2 നാനോ സിം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിം ഒരു മെമ്മറി കാർഡ്, ഹൈബ്രിഡ് സിം സ്ലോട്ട് ആയിട്ടാണ് ഇവിടെ വരുന്നത്. പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് സെൽഫി ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബോട്ടം സൈഡ് ആണെങ്കിലും ടോപ്പ് സൈഡ് ആണെങ്കിലും സൈഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഇതിൻ്റെ ബെസൽസ് വിസിബിൾ ആണ്. ഓക്കെ, കുഴപ്പമില്ല. കാരണം 15,000 രൂപ എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫോണാണ് കേട്ടോ. 6.7 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണെങ്കിലും ഈ ഒരു ബെസലൊക്കെ കൂടി വരുമ്പോൾ അത്യാവശ്യം നല്ല നീളം തോന്നുന്നുണ്ട് ഫോണിന്. IP64 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. 199 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഓവറോൾ ഡിസൈനിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ കീ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബാറ്ററി സൈഡ് തന്നെയാണ്. കാരണം 6000 mAh വലിയൊരു ബാറ്ററി പാക്കേജാണ് iQ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു അഡാപ്റ്റർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ iQ കൊടുത്തിട്ടുണ്ട്. സോ സെപ്പറേറ്റ് അഡാപ്റ്റർ വാങ്ങേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇതൊന്ന് ചാർജ് ആവാനായിട്ട്, ഫുൾ ചാർജ് ആവാനായിട്ട് 1.5 മണിക്കൂറോളം ഏകദേശം ടൈം എടുക്കുന്നുണ്ട്. കാരണം 6000 mAh വലിയൊരു ബാറ്ററി ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ 0 to 100 ആവാനായിട്ട് എടുക്കുന്നുണ്ട്. വൺസ് ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നോർമൽ യൂസ് ആണെങ്കിൽ ഒരു പക്ഷേ 2.5 ദിവസം വരെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നിൽക്കാം. ഒരു 10 മണിക്കൂർ 11 മണിക്കൂറൊക്കെ ഇതിൻ്റെ സ്ക്രീൻ ഓൺ ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒരു നല്ലൊരു ബാറ്ററി ഔട്ട്പുട്ടാണ് ഈ ഒരു ഫോൺ തരുന്നത്. ഇത് കൂടാതെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഫോൺ പവർ സപ്ലൈ ആയിട്ട് അല്ലെങ്കിൽ ഒരു പവർ ബാങ്ക് ആയിട്ട് നമ്മളുടെ TWSO അല്ലെങ്കിൽ വേറെ ഫോണുകളോ ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബാറ്ററി സൈഡ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് സൈഡായിട്ട് നിൽക്കുന്നത്. അതിന് ഒരു രക്ഷയില്ല അവിടെ. നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം, ഒരു സംശയവുമില്ല. ഇനി ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Qualcomm Snapdragon 6 Gen 1 ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു 4 നാനോമീറ്ററിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ചിപ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഹീറ്റിംഗ് ഇഷ്യൂ, തെർമൽ ത്രോട്ടലിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് വരുന്നത്. എന്നാൽ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ BGMI കളിക്കുമ്പോൾ അത്യാവശ്യം ലാഗ് വരുന്നുണ്ട്, സ്റ്റക്ക് വരുന്നുണ്ട്, ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കളിക്കാൻ പറ്റുന്നുണ്ട്, കളിക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരുന്നില്ല. പക്ഷെ ഒന്ന് കറങ്ങി തിരിച്ച് വരുമ്പോൾ നമുക്ക് 2 വെടി കിട്ടിയിട്ടുണ്ടാവുമെന്ന് മാത്രം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു BGMI എക്സ്പീരിയൻസ് വരുന്നത്. BGMIക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ആസ്ഫാൾട്ട് ലെജൻഡ് കളിച്ചപ്പോൾ അവിടെ ഫ്രെയിം ഡ്രോപ്പ് വരുന്നുണ്ട്, ചെറിയ രീതിക്ക് സ്റ്റക്ക് വരുന്നുണ്ട്, ഒരു ചെറിയൊരു പ്രശ്നം. ഓക്കെ, സ്മൂത്ത്നെസ്സിനൊന്നും കുറവില്ല, ചെറിയൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സൈസ് കുറഞ്ഞ നോർമൽ ഗെയിംസ് കളിക്കാനാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും വരില്ല. അണ്ടർ 15,000 പെർഫോമൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ തന്നെയായിരിക്കും ദി ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എഡിറ്റിംഗ് റെൻഡറിങ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെയും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെ ത്രോട്ടലിംഗ് ടെസ്റ്റ് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള തെർമൽ ത്രോട്ടലിംഗ് ഇഷ്യൂവും വരുന്നില്ല. എല്ലാം ആ ഒരു പച്ചയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൂടാതെ ഏകദേശം 6 ലക്ഷത്തിൻ്റെ ANTUTU സ്കോറും തരുന്നുണ്ട്. സോ 15,000 പെർഫോമൻസിന് ഇതിനും നല്ല ഫോൺ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു
ഒരു അഭിപ്രായം. ഇനി അണ്ടർ 15,000 നിങ്ങൾക്ക് BGMI കളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ വേണമെങ്കിൽ അതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയായിരിക്കും. വേറെ ഫോണിലൊന്നും ഇത്രയും സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫോണിൽ കളിക്കാൻ പറ്റുന്നത് പോലെയും കളിക്കാനായിട്ട് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതാണ് ഓവറോൾ പെർഫോമൻസ് എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ഫൺ ടച്ച് OS 14 ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 11ഓളം ബ്ലോട്ട് വയേഴ്സ് ഈ ഒരു ഫോണിൽ ഉണ്ടായിരുന്നു. ഒരുവിധം എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ആഡ്സ്, റെക്കമെൻഡേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസ് ഒക്കെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈവൻ ആ ഒരു V-Store ഉണ്ടല്ലോ, അത് നിങ്ങൾ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക, അതിനുശേഷം നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് വരുന്ന ആഡ്സ് അല്ലെങ്കിൽ ആ റെക്കമെൻഡേഷനൊക്കെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുള്ളൂ. അതല്ലെങ്കിൽ ഇതിങ്ങനെ പോപ്പപ്പ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. സോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 15,000 ആണ് അത്ര തന്നെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഫേസ് അൺലോക്ക് അത്യാവശ്യം സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ലാഗും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ലൈറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഫിംഗർ പ്രിൻ്റ് അൺലോക്കും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്ക് അവിടെ അൺലോക്കായി പോകുന്നുണ്ട്. ഒരു ലാഗും അവിടെ ഫേസ് ചെയ്യുന്നില്ല. ഇനി ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാനാണെങ്കിൽ റിയർ സൈഡിൽ 2 ക്യാമറകളാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും അതുപോലെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും. ഇപ്പോൾ ആ ഒരു 50 മെഗാ പിക്സലിൻ്റെ 1080 30 ഫ്രെയിം സെക്കൻഡുള്ള വീഡിയോ ഔട്ട്പുട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോർട്രേറ്റ് എടുക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല പോലെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് കട്ടൗട്ടൊക്കെ പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു ബൊക്കെ എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നു. ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് അതൊന്ന് ബ്ലറാക്കിയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ നൈറ്റ് ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബിലോ എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മൾ ഈ ഒരു 50 മെഗാ പിക്സൽ മെയിൻ സെൻസർ ഉപയോഗിച്ച് എടുക്കുന്ന നോർമൽ ഫോട്ടോസ് ആണെങ്കിൽ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. HDR, നല്ല കളേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം എടുത്തു പോകുന്നുണ്ട്. സ്കിൻ ടോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ കൺസിസ്റ്റൻ്റ് അല്ല. ചില സമയത്ത് നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, ചില സമയത്ത് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ച പോലെ ആവുന്നുണ്ട് താനും. സോ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഓക്കെ പെർഫോമൻസ് ആണ് റിയർ ക്യാമറ വരുന്നത്. ഇതിൻ്റെ വീഡിയോ സൈഡിൽ എനിക്കൊരു നെഗറ്റീവ് പറയാനായിട്ടുള്ളത്, ഇത് ഞാൻ ഈ ഉപയോഗിക്കുന്നത് 6GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നതാണ്. ഇതിൽ നമുക്ക് 4K വീഡിയോ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ 8GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന ആ ഒരു വേരിയൻറ്റിൽ നമുക്ക് 4K വീഡിയോ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ഈ റാമുമായിട്ടുള്ള കണക്ഷൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ ഇതിൻ്റെ സ്പെക്കൊക്കെ നോക്കിയപ്പോൾ 4K സപ്പോർട്ടിങ് ആണെന്നുള്ളത് കണ്ടു. പക്ഷേ ഇത് എടുത്ത് നോക്കിയപ്പോൾ 4Kയുടെ ഔട്ട്പുട്ട് കാണുന്നില്ല. 1080 at 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് തപ്പിപ്പോയപ്പോഴാണ് ഇങ്ങനെ അടുത്ത വേരിയൻറ്റിൽ 8GB റാം വേരിയൻറ്റിലാണ് 4K എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. സോ അതുകൂടെ നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കുക. നമുക്ക് കിട്ടുന്ന വീഡിയോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല ലൈറ്റിംഗ് കണ്ടീഷനാണ്. അത്യാവശ്യം ഫോൺ സ്റ്റേബിളായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് അവിടെ OIS സ്റ്റെബിലിറ്റി ഒന്നും കിട്ടുന്നില്ല, EAS ആണ് വരുന്നത്. അത്യാവശ്യം നല്ല പോലെ ഫോൺ ജെർക്കാവുന്നതിനനുസരിച്ച് വീഡിയോയുടെ സ്റ്റെബിലിറ്റിയും പോകുന്നുണ്ട്. സോ വീഡിയോ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ നല്ല അടിപൊളി വീഡിയോസ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരും. ഒരുപാട് ക്യാമറ സാമ്പിൾസുകൾ കാണാനായിട്ട് നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഫോൺ സെലക്ട് ചെയ്യുക. അതല്ലാതെ 1-2 റിവ്യൂസ് കണ്ടുകൊണ്ട് ഒരു ക്യാമറേനെയും വിലയിരുത്തരുത്. ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും, വേറൊരാൾ പറയുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു രീതിയായിരിക്കും. നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കും. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് എടുക്കുക. അത്രമാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ പഞ്ച് ഹോൾ ടൈപ്പാണ് നമുക്ക് സെൽഫി ക്യാമറ വരുന്നത്. അവിടെയും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് വീഡിയോയിൽ 1080 at 30 ഫ്രെയിം പെർ സെക്കൻഡ് എടുക്കാനായിട്ട് സാധിക്കും. നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. iQ Z9Xൽ ഇതുപോലെ അത്യാവശ്യം നല്ല ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഔട്ട്പുട്ടാണ് സെൽഫി ക്യാമറയിൽ കിട്ടുക. ഫോട്ടോസിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ അവിടെയും ഓക്കെയാണ്. അവിടെയും കുറച്ച് മികച്ച് നിൽക്കുന്നത് പോർട്രേറ്റ് തന്നെയാണ്. ആ കട്ടിങ് കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇനി മറ്റ് തേർഡ് പാർട്ടി ആപ്പുകൾ വഴി നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴും അത്യാവശ്യം ഫ്രണ്ട് ക്യാമറ നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് ഓവറോൾ ഇതിൻ്റെ സെൽഫി ക്യാമറ തരുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ കണക്ടിവിറ്റി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 5G സിമ്മുകൾ ഇടാനായിട്ട് സാധിക്കും. അങ്ങനെ 5G സിം ഇട്ട് കഴിഞ്ഞാലും അങ്ങനെ ഫോൺ അബ്നോർമലായിട്ട് ഹീറ്റ് ആവുക, ബാറ്ററി ഡ്രെയിൻ ആയി പോവുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. വൈഫൈ ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വൈഫൈ 5ൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഇതിൽ വരുന്നത്. IR ബ്ലാസ്റ്ററും NFC-യും ഈ ഒരു ഫോണിൽ വരുന്നില്ല. കണക്ടിവിറ്റി സൈഡിൽ അത്യാവശ്യം വേണ്ട സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. NFC-യും കൂടി കൊടുക്കാമായിരുന്നു എന്നൊരു സജഷൻ ഉണ്ട്.
ഓക്കെ, ആ ഒരു കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത് ഉപകരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 6.72 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഗ്രീൻ ലൈൻ വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. ഓക്കെ, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റം UI എല്ലാത്തിലും, അല്ലെങ്കിൽ ഒരുവിധം യൂട്യൂബ് അതുപോലുള്ള ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇനി റിഫ്രഷ് റേറ്റ് നമുക്ക് കുറച്ചിടണം എന്നുണ്ടെങ്കിൽ 90 ഹെർട്സിൻ്റെ ഈ ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യില്ല. ഒന്നുകിൽ 60 ഹെർട്സ് അല്ലെങ്കിൽ 120 ഹെർട്സിൻ്റെ. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാലും ബാറ്ററി അങ്ങനെ ഡ്രെയിൻ ആയി പോകുന്നില്ല കേട്ടോ. കാരണം 6000 mAh നല്ല കപ്പാസിറ്റി ഉള്ള വലിയൊരു ബാറ്ററി തന്നെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1000 nits ആണ്. നോർമൽ ഹൈ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത്, അതായത് നമ്മൾ സൺലൈറ്റിലൊക്കെ പോകുമ്പോൾ എത്ര വരെ ബ്രൈറ്റ് ആവും എന്നുള്ള ആ ഒരു വാല്യൂ എനിക്ക് അറിയില്ല. എന്നിരുന്നാലും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ്, നമുക്ക് അങ്ങനെ കണ്ടന്റ് കാണാത്ത പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം വെയിലുണ്ടെന്നുണ്ടെങ്കിലും ഇതിലുള്ള കണ്ടന്റുകൾ കാണാനും വായിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും മറ്റു OTT പ്ലാറ്റ്ഫോമിലൊക്കെ കാണുന്നതൊക്കെ അത്യാവശ്യം നല്ല കളർഫുള്ളാണ്. യൂട്യൂബിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് HDR കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കില്ല, പക്ഷേ 4K ഔട്ട്പുട്ട് വരെ മാക്സിമം നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഈ പറയുന്ന പോലെ HDRൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല, ഡോൾബി വിഷൻ അങ്ങനെയുള്ള സപ്പോർട്ടുകളൊന്നും വരുന്നില്ല. പക്ഷേ 15000 രൂപയ്ക്ക് താഴെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സൗണ്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. സോ വയറ കുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സിനിമ കാണണമെങ്കിലോ പാട്ട് കേൾക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൗഡാണ്. ലൗഡ് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് എല്ലാ ഫോണിലും 100% ആണ് സൗണ്ട് വരിക. ഇവിടെ 100 കഴിഞ്ഞാൽ 200 ഉണ്ട്, 300. അത്രയും ലൗഡായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ ഒരു ഫോണിൽ നിന്ന് വരുന്നത്. അത്രയും ലൗഡാകുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആ ഒരു ഓഡിയോയുടെ ക്വാളിറ്റി നല്ല പോലെ ഡ്രോപ്പ് ആവുന്നുണ്ട്. ടൊർണാഡോ ഗ്രീൻ, സ്റ്റോം ഗ്രേ എന്ന് പറയുന്ന 2 കളർ വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇൻറ്റേർണൽ മെമ്മറി 128 GB, അത് ഒരൊറ്റ വേരിയൻറ്റേ ഉള്ളൂ. എന്നാൽ റാം ടൈപ്പ് അല്ലെങ്കിൽ റാം വേരിയൻറ്റ് 3 വേരിയൻറ്റിൽ വരുന്നുണ്ട്. 4 GB റാം 128 GB ഇൻറ്റേർണൽ മെമ്മറിക്ക് 13000 രൂപ. 6 GB റാം 128 GB ഇൻറ്റേർണൽ മെമ്മറിക്ക് 14500. 8 GB റാം അതേപോലെ 128 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വേരിയൻറ്റിന് 16000 രൂപ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസിൽ 500 രൂപയുടെ കൂപ്പൺ ഡിസ്കൗണ്ടും അതേപോലെ 1000 രൂപയുടെ കാർഡ് ഓഫറും വരുന്നുണ്ട്. സോ അണ്ടർ 15,000 ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസും നല്ല ബാറ്ററി ലൈഫും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. ക്യാമറ ആണെങ്കിലും ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഇനി ക്യാമറയുടെ സൈഡിൽ വരുമ്പോൾ ഈ ഒരു 4 GB അതേപോലെ 6 GB 4K റെക്കോർഡിംഗ് ഓപ്ഷൻ ഇല്ലാത്തത് അതൊരു തെണ്ടിത്തരം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജോ ഒക്കെ ആയിട്ട് അയക്കാം. ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.